ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടുകൂടി ഇറാനാണ് അടച്ചത്. അടപ്പിച്ചത് അമേരിക്കയാണ്. അമേരിക്ക അടപ്പിച്ചെന്ന് ഞാൻ പറയാൻ കാരണം ഇസ്രയേലും അതുപോലെ അമേരിക്കയും കൂടെ ചേർന്ന് ഇറാനെ ആക്രമിച്ചു. അവരുടെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തി വധിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ വധിച്ചു. ഒരുപാട് നാശനഷ്ടങ്ങൾ ആ രാജ്യത്തിനുണ്ടാക്കി. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് അവർ ഹോർമൂസ് കടലെടുക്കുക അങ്ങ് നിരോധിച്ചു. അതിലെ കപ്പലൊന്നും പോകണ്ട അവർ പറഞ്ഞു. ഇത് അവരുടെ സ്ഥലത്തൂടെ പോകണ്ടെന്ന് അവർ പറഞ്ഞു. അങ്ങനെ അത് നിരോധിച്ചോടുകൂടി എണ്ണ വ്യാപാരം ലോകത്താകമാനം തടസ്സപ്പെട്ടു. ചരക്ക് ഗതാഗതം ഇതിലൂടെയുള്ളത് തടസ്സപ്പെട്ടപ്പോൾ നമ്മുടെ ഇന്ത്യയിലൊക്കെ വരുന്ന 20% എണ്ണയും വരേണ്ടത് അതുവഴിയാണ്. 20 ഇന്ത്യക്കാകുമ്പോൾ ഏതാണ്ട് 30% മുകളിൽ ഈ ഹോർമൂസ് വഴിയാണ് വരേണ്ടത്. അപ്പം അത് മുഴുവൻ തടസ്സപ്പെട്ടു കഴിഞ്ഞതിന് ശേഷം അവർ തുറക്കാമെന്ന് പറഞ്ഞാൽ അവരൊരു കണ്ടീഷനാണ്. അവർ പറഞ്ഞത് അവർക്ക് അതിലെ പോകുന്നതിന് പൈസ കൊടുക്കണം. അപ്പോൾ അമേരിക്ക ആദ്യം ട്രംപ് പറഞ്ഞത് ഇതിലെ പോകുന്ന ആ കപ്പലുകളിൽ നിന്ന് ഇതുപോലെ കപ്പം വാങ്ങി അത് അവർക്ക് ആ നാട് നന്നാക്കാൻ, കാരണം ആ നാടല്ലേ അവന്മാർ നശിപ്പിച്ചല്ലോ, അത് ശരിയാക്കാനായിട്ട് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ ട്രംപ് പിന്നെ അങ്ങ് സ്വരം മാറ്റി. അതേ അങ്ങ് തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞ് സൗകര്യപ്പെടത്തില്ല എന്ന് പറഞ്ഞു. അത് തുറന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ നാവിക ഉപരോധം നടത്തുമെന്ന് പറഞ്ഞു. ഇറാനിൽ നിന്നൊരു കപ്പലുകളും വെളിയിലോട്ട് പോകാൻ പറ്റത്തില്ല, ഇറാനിലേക്ക് ഒരു കപ്പലുകളും ചെല്ലാനും പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ അവർ ഉപരോധം അങ്ങ് അമേരിക്ക ഏർപ്പെടുത്തി. അതോടുകൂടി അങ്ങനെ ഇറാനെ മുട്ടുകുത്തിക്കാം എന്നുള്ള ധാരണയാണ്. ഇറാൻ അങ്ങനെയൊന്നും മുട്ടുകുത്തുന്ന ഒരു രാജ്യമല്ല. ഏതാണ്ട് 6000-ഓളം കിലോമീറ്റർ പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് ഇറാൻ. പാകിസ്ഥാൻ ഈ ട്രംപിൻ്റെ ആയിട്ട് വളരെ അടുപ്പത്തിലാണെങ്കിലും പാകിസ്ഥാൻ യവന്മാരുമായിട്ട് ഇറാനുമായിട്ട് സംസാരിച്ചൊരു പരിപാടി ഒപ്പിച്ചു. പാകിസ്ഥാനിൽ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ കരമാർഗം അങ്ങ് തുറന്നുതരാം, നിങ്ങൾക്ക് കൊണ്ടുവരേണ്ട സാധനങ്ങളൊക്കെ നിങ്ങൾ ഇതുവഴി കൊണ്ടുവെക്കൂ, അവിടെ വേറെ തുറമുഖമുണ്ട്, അവിടെയൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് അയക്കാം. ആ രീതിയാക്കി ഇപ്പോൾ. അതോടുകൂടി പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ അമേരിക്കയെ ചതിച്ചേക്കുകയാണ്. ഇതിൻ്റെ മീഡിയേറ്ററായിട്ടൊക്കെ നിന്ന് അവരതിനകത്തുനിന്ന് മുതലുണ്ടാക്കാനുള്ള മാർഗം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇറാൻ നിർബന്ധമായിട്ടും ഇതുപോലെ ഈ ഉപരോധം പിൻവലിക്കുന്ന ഒരു രീതിയെ ഇറാനിന് വന്നിട്ടില്ല. അങ്ങനെ വന്നപ്പോൾ ക്രൂഡിൻ്റെ വില, അതായത് ബെൻലി ക്രൂഡ് ഓയിലിൻ്റെ ഒരു ബാരലിൻ്റെ വില എന്ന് പറയുന്നത് നേരത്തെ $68 കിടന്നതാണ്. അത് ഇപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് സ്റ്റേജിൽ $114 വരെ ആയി. ഒരു ദിവസം $126 ചെന്നതാണ്. അപ്പോൾ $114 ആവറേജ് വിലയായി. ശരാശരി വില ഇപ്പോൾ ബെൻ ക്രൂഡിൻ്റെ വില അതാണ് ഒരു ബാരലിന്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വില കൂട്ടിയേ പറ്റുള്ളൂ. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടണം. LPG ഗ്യാസ്, അത് ഡൊമസ്റ്റിക് ഉപയോഗത്തിനുള്ളതായാലും കൊമേഴ്സ്യൽ സിലിണ്ടർ ആയാലും അത് വാണിജ്യ ആവശ്യത്തിനുള്ളതായാലും, അതുപോലെ തന്നെ പെട്രോൾ, ഡീസൽ, പിന്നെ അതുകൂടാതെ ഏവിയേഷൻ ഫ്യൂവൽ, വിമാന ഇന്ധനം, ഇതിനെല്ലാം ക്രമാതീതമായിട്ട് വില വർദ്ധിക്കും. ഏതാണ്ട് ഇതിന് 100-നൊക്കെ മേളിലുണ്ടായിരുന്നപ്പോഴാണ് പണ്ട് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് പെട്രോള് ഇതിലൊക്കെ വളരെ വില കുറച്ച് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ പെട്രോളിയം കമ്പനികളെന്ന് പറയുന്നതൊന്നും നമ്മുടെ ഇന്ത്യയുടെ സ്വന്തമൊന്നും അല്ല, വേറെ ആളുകൾ, മുതലാളിമാരുടെ വകയാണ്. അങ്ങനെ വരുന്നുടനെ അവർക്ക് തോന്നിവാസം പോലെ വില കൂട്ടണം. ഗവൺമെൻറ് അതുവരെ നിന്ന് കൊടുക്കും. അപ്പോൾ പശ്ചിമ ബംഗാളിൻ്റെ ഇലക്ഷൻ കൂടെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞതിൻ്റെ പിറ്റേന്നാണ് വാണിജ്യ സിലിണ്ടറിന് ഒരു 19 കിലോ തൂക്കമുള്ളതിന് 993 രൂപ ഒരൊറ്റയടിക്ക് വർദ്ധിപ്പിച്ചത്. കഴിഞ്ഞ ഏതാണ്ടൊരു 3-4 മാസത്തിനകം മാത്രം 1400 രൂപയോളമാണ് വാണിജ്യ പാചക വാതക സിലിണ്ടറിന് കൂട്ടിയേക്കുന്ന വില. അങ്ങനെ വന്നപ്പോൾ ഹോട്ടലുകൾക്കെല്ലാം വില വർദ്ധിപ്പിക്കേണ്ട ഗതികേടാണ് വരുന്നത്. ഒരുപാട് നല്ല റേറ്റ് ചാർജ് വരും. അപ്പോൾ അത് ഇനിയും വരാതിരിക്കാൻ നിവൃത്തിയില്ല. ഇനിയിപ്പോൾ എന്താണെന്നറിയോ, അതങ്ങ് കഴിഞ്ഞു. ഡൊമസ്റ്റിക് സിലിണ്ടറിന് കൂട്ടുന്നില്ല. അതുപോലെ പെട്രോൾ, ഡീസൽ ഇതിനൊന്നും വില കൂട്ടുന്ന പ്രശ്നമില്ല എന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും നമ്മുടെ ഗവൺമെൻറ്റും ഒക്കെ ഘോരഘോരം പറഞ്ഞതാണ്.
പക്ഷെ ഇപ്പം അനങ്ങുന്നില്ല. സംഭവം എന്താണെന്നറിയോ, വരാൻ പോവുകയാണ്. എന്നിട്ട് അത് ആ ഓയിൽ ഫീൽഡ്, ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പ്രസ്താവന അതിൻ്റെ ചെയർമാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലിറ്റർ പെട്രോളിന് ഇപ്പം തന്നെ 20 രൂപ നഷ്ടമാണ്. പിന്നെ നഷ്ടം അവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതല്ലേ നഷ്ടം. ഇത് ഈ വാങ്ങിച്ച് സംസ്കരിച്ച് കൊടുക്കുന്നതിനാണ് ഈ പറയുന്നത് 20 രൂപ 1 ലിറ്ററിന് നഷ്ടമാണെന്ന്. വളരെ കഷ്ടമാണ് കേട്ടോ. ഈ കമ്പനിയിലെ ജോലിക്കാരെ അവരുടെയൊക്കെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് നമുക്ക് തരുന്നതാണ് ഈ പെട്രോള്. 20 രൂപ നഷ്ടപ്പെട്ട് ഭയങ്കര. എന്നാൽ ഇത് ഉൽപ്പാദിപ്പിക്കാതിരുന്നാൽ പോരെ. ഡീസലിന് 1 ലിറ്ററിന് 100 രൂപ നഷ്ടമാണെന്ന്. അപ്പോൾ അവരുടെ ഉദ്ദേശം മനസ്സിലായത് എന്തുവന്ന്, 1 ലിറ്ററിന് പെട്രോളിന് ഒരു 20 രൂപ കൂടണം, ഡീസലിന് ഒരു 100 രൂപ കൂടണം പാചകവാതകത്തിന് കേട്ടോ. ഏതായാലും അതൊരു 10-200 രൂപയെങ്കിലും കൂട്ടേണ്ട ഇതിലിരിക്കുകയാണ്. പക്ഷേ അതിപ്പോൾ പിന്നാമ്പുറത്തുള്ള സംസാരം എന്ന് പറയുന്നത് പെട്രോളിനും ഡീസലിനും ഒരു 4 മുതൽ 5 രൂപ വരെ വർദ്ധിപ്പിക്കും. ഒരു ലിറ്ററിന് 5 രൂപ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ രാജ്യത്തുള്ള മറ്റ് സാധനങ്ങളുടെ വില, അവശ്യ വസ്തുക്കളുടെ വിലയെന്ന് പറയുന്നുണ്ടല്ലോ, വാനോട് ഇവിടെ 5 രൂപ കൂടിയാൽ അതിന് നേരെ ഒരു കിലോയ്ക്ക് ഇവിടെ 5 രൂപ ഇതുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ആനുപാതികമായിട്ട് അവിടെ കൂട്ടുന്നത് എത്രയെന്നറിയോ, ഒരു സാധനത്തിന് 1 കിലോയ്ക്ക് 50 രൂപ മുതൽ 100 രൂപ വരെ പോകും. ഏത് കാര്യത്തിനായാലും ട്രാവലിംഗ് അതിന് മുഴുവൻ ചാർജ് ഒരുപാട് കൂടും. ബസ് ചാർജ് കൂടും, ടാക്സി നിരക്ക് കൂടും, ഓട്ടോറിക്ഷ ചാർജ് കൂടും. ഇതെല്ലാം ഇതുപോലെ കൂടും, വർദ്ധിക്കും. വിമാനയാത്ര ഇപ്പം ആലോചിക്കാൻ പോലും പറ്റത്തില്ല, ആ രീതിയിലായി. അങ്ങനെ കുതിച്ച് മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കൂടും. സ്വന്തമായിട്ട് വാഹനം ഉപയോഗിക്കുന്നവർ, അവർക്ക് ഈ പെട്രോളിലും ഡീസലിലും ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് അത് വലിയ നഷ്ടം വരും. 1 ലിറ്ററിന് 5 രൂപ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ദിവസം യാത്രയ്ക്ക് ഒരു 10 ലിറ്റർ പെട്രോൾ ഉപയോഗിക്കുന്നിരിക്കട്ടെ, അല്ലെ ഡീസൽ 10 ലിറ്റർ പെട്രോൾ ഉപയോഗിച്ചാൽ 50 രൂപ നമ്മൾ അധികം നമുക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൽ അധികം നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് അപ്പോൾ സാധനങ്ങളുടെ വില എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ 5 രൂപ കൂട്ടി കഴിഞ്ഞാൽ അവന്മാർ 50 രൂപ കൂട്ടും. അത് എന്നാൽ ഇത് കൂട്ട് ഇതിൻ്റെ വില കുറയുമ്പോൾ, ക്രൂഡിൻ്റെ വില കുറഞ്ഞാൽ ഇത് കുറയ്ക്കും. എന്നിട്ട് 2 രൂപ കുറയ്ക്കും, ചിലപ്പോൾ 20 പൈസ കുറയ്ക്കും. അതാ ചെയ്യുന്നത്. അപ്പം ഇതൊരു സ്ഥിരമായൊരു പ്രതിഭാസമല്ല. കാരണം ഇറാൻ്റെ മേളിൽ എന്നും ഇങ്ങനെ ഒരു അതീശത്വം പറഞ്ഞുകൊണ്ട് ഇവർക്ക് നിൽക്കാനൊന്നും പറ്റത്തില്ല അമേരിക്കയ്ക്ക്. അമേരിക്ക അത് തോറ്റുപോകും. അമേരിക്ക ഇന്ന് വരെ നടത്തിയിട്ടുള്ള എല്ലാ യുദ്ധങ്ങളും അമേരിക്ക പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. അമേരിക്ക ചെയ്തേക്കുന്ന യുദ്ധം നോക്കിക്കോളൂ. വിയറ്റ്നാം, എത്ര വർഷം വിയറ്റ്നാമിൽ യുദ്ധം ചെയ്തു, എന്നിട്ട് തൊപ്പിയിട്ട് തിരിച്ചുപോയി. അഫ്ഗാനിസ്ഥാനിൽ ഏതാണ്ടെങ്കിൽ റെഡിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് പോയി. അവസാനം എന്തുവാ, താലിബാനെ ഒതുക്കാൻ വന്നതാ. അവസാനം ഈ ഭരണം എടുത്ത് താലിബാൻ്റെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് യവന്മാർ തിരിച്ചുപോയി. ഇത് അവിടെ നിന്നല്ല, ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് രാജ്യങ്ങളിൽ, എൻ്റെ ചരിത്രം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഇങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇറാൻ്റെ അടുത്ത് എല്ലാ കാലവും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കാൻ ഒക്കെ ഒന്നും തോന്നുന്നില്ല. വേറെ പ്രശ്നമുള്ളത് 60 ദിവസം വരെ മാത്രമേ ഒരു രാജ്യത്തിനെതിരെ അമേരിക്കൻ കോൺഗ്രസിൻ്റെ അനുമതി ഇല്ലാതെ അവിടുത്തെ പ്രസിഡന്റിനെ യുദ്ധം പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 2 മാസം ഇപ്പം തീർന്നോ എന്ന് നീ കണക്കൂട്ടി നോക്കണം. തീർന്നാൽ അമേരിക്കൻ കോൺഗ്രസ് കൂടെ അനുവദിക്കണം ഈ യുദ്ധം വേണോ വേണ്ടോ എന്നുള്ളത്. അല്ല ട്രംപിന് തന്നെത്താൻ തീരുമാനിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അവസ്ഥയും കൂടെ വരും. ഇനി പാചകവാതക പിന്നാമ്പുറത്ത് പറയുന്ന വർത്തമാനം ഞാൻ പറഞ്ഞില്ലേ, പെട്രോളിനും ഡീസലിനും ഒരു 4 രൂപ മുതൽ 5 രൂപ വരെ കൂട്ടാനുള്ള ഒരുക്കമാണ് നടത്തുന്നത്. അല്ലാതെ 20-100 കൂട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പാചകവാതക സിലിണ്ടറിന് ഒരു 40 രൂപ മുതൽ 50 രൂപ വരെ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ബഡ്ജറ്റ് എല്ലാം താളം തെറ്റും. എല്ലാവരുടെയും ബഡ്ജറ്റ് മുഴുവൻ താളം തെറ്റും. അതായത് ഈ വിലക്കയറ്റം എന്ന് പറയുന്ന അനിയന്ത്രിതമായിട്ട് മാറും. ഇനി ഇത് വീണ്ടും പോയാലോ, അന്നേരം എല്ലാം പറയും ഞങ്ങൾക്ക് വലിയ നഷ്ടമുണ്ട്, മറ്റേ വല്ലതുണ്ട്, മറിച്ചതുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോവും. ഏതായാലും ഇത് ഒരു ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് മാറും. ഇനിയിപ്പോൾ UAE എന്ന് വരുന്നു. UAE ഈ ഓപ്പക്കിൽ നിന്ന് മാറിയല്ലോ. ഓപ്പക്കിൽ നിന്ന് മാറിയത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കാര്യമാണ്. കാരണം UAE ഇന്ത്യയുമായിട്ട് വളരെ അടുപ്പമുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ UAE നേരത്തെ ഓപ്പക്ക് കൊടുത്തിരുന്നതെന്ന് പറഞ്ഞാൽ 34% ഉള്ളൂ അവിടെ ഉൽപ്പാദനം നടത്താൻ പറ്റുള്ളൂ ക്രൂഡ്.
പക്ഷെ ഇപ്പോൾ അവർക്ക് അതായത് അവർക്ക് അതായത് 34% 34 ദശലക്ഷം ബാരലേ ഒക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ അത് അവർക്ക് യഥാർത്ഥത്തിൽ അവരുടെ ശേഷി അനുസരിച്ച് അവർക്ക് 45 മുതൽ 50 ലക്ഷം ബാരൽ വരെ 50 ദശലക്ഷം ബാരൽ വരെ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കാം. അത് എന്നിട്ട് ഫിജറയിൽ നിന്ന് പൈപ്പ് വഴി ഫിജറയിൽ എത്തിച്ചിട്ട് അവിടുന്ന് നമുക്ക് നമ്മുടെ രാജ്യത്തോട് എത്തിക്കാം. ഹോർമോസിൻ്റെ ആവശ്യം വരത്തില്ല. അങ്ങനെ വരുന്നുടനെ നമുക്കത് റിലീഫ് ആവും. പക്ഷേ അതിന് ഒരു 2-3 മാസം എങ്കിലും എടുക്കും. ഇന്നലെ മുതൽ അത് നിലവിൽ വന്നിട്ടുണ്ട്, അവർ ഓപ്പക്കിൽ അംഗമല്ല എന്നുള്ളത്. അതുകൊണ്ട് അവർക്ക് ഇഷ്ടമായിട്ട് അവരുടെ ശേഷിക്കനുസരിച്ച് അവർക്ക് ഉൽപ്പാദിപ്പിക്കാം, അവർക്ക് വിൽക്കാം, അവർക്ക് വേറെ ആരും തടയാനൊന്നുമില്ല. ഇനി അതിനകത്ത് ഓപ്പക്കിനകത്ത് അവശേഷിക്കുന്നത് സൗദിയും കുവൈറ്റും മാത്രമേ ഉള്ളൂ GCC കൺട്രീസിൽ. ബാക്കി എല്ലാവരും പോയി കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു നേട്ടമാകും. പക്ഷെ അതുവരെ നമുക്ക് ക്ഷമിക്കാനും ഒന്നും പറ്റുന്നില്ല. ഇവിടുത്തെ കമ്പനികൾക്ക്, പെട്രോളിയം കമ്പനികൾക്ക് എങ്ങനെയെങ്കിലും വില കൂട്ടി ജനങ്ങളെ പിഴിയണമെന്ന് വലിയ ആഗ്രഹത്തിൽ ഇരിക്കുകയാണ്. ഇതുവരെ അവന്മാർക്ക് ഉണ്ടാക്കിയതൊന്നും പോരാ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇത് വലിയ ഇരുട്ടടി വരാൻ പോവുകയാണ്. ഈ രീതിയിൽ പാചകവാതകത്തിൻ്റെ വില, പെട്രോൾ ഡീസൽ വില അനിയന്ത്രിതമായ വർധനയാണ്. അതിന്ന് വിലക്കയറ്റമാണ് ഉണ്ടാവാൻ പോകുന്നത്. അതാണ് വരുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇതുപോലെ ജനങ്ങളെ കൊള്ളയടിക്കുന്നത് പോലുള്ള ഇതൊന്ന് മാറ്റിവെക്കണം. ഒരു 2-3 മാസം കഴിയട്ടെന്ന് വെച്ചാൽ മിക്കവാറും ഇത് അതിൻ്റെ ഇടയിൽ ശരിയാവും. ശരിയായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വില ഹോർമൂസ് തുറന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ക്രൂഡിൻ്റെ വില അങ്ങ് താഴും. നേരെ ഒരു 68-69 അങ്ങ് താഴും. താഴ്ന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമേ ഇല്ല. അപ്പോൾ ഈ രീതിയിലാണ്. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം UAE ആയിട്ടുള്ള വ്യാപാരത്തിന് വളരെ എളുപ്പമാണ്. പെട്രോൾ ഡോളർ അല്ല, ഇനി ഇന്ത്യൻ രൂപയിൽ അവരുമായിട്ട് കച്ചവടം നടത്താം. അപ്പം നമുക്ക് നമ്മുടെ ഇന്ത്യൻ രൂപ അവിടെ എടുക്കും, പ്രശ്നമില്ല. അപ്പോൾ ഇന്ത്യൻ രൂപയിൽ കച്ചവടം അനുവദിക്കും. അതുകൊണ്ട് ആ പ്രശ്നവുമില്ല. ഇന്ത്യക്ക് വളരെ ലാഭകരമായ രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റും എന്നാണ് പ്രതീക്ഷ.